പ്യാരെ ബച്ചു ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിൽ ആനുവൽ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ടാണ്. ജിന്ദാ നിഷാനിയാം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് താരീഹി ഇമാരത്ത് എന്നാൽ എന്ത്, തഫ്രീഹി മക്കാമാത്ത് എന്നാൽ എന്ത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ചോദ്യങ്ങൾക്കുടെ ആൻസറും നമുക്ക് ഇപ്പോൾ തന്നെ സിമ്പിളായിട്ട് പഠിക്കാം. കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠഭാഗമാണ് ജിന്ദാ നിഷാനിയാം, ജീവിച്ചിരിക്കുന്ന സ്മാരകങ്ങൾ. നോക്കാം നമുക്ക്. देखिए बच्चों, चंद तफरीही मकामात और तारीही इमारत के नाम दिए हैं. കുറഞ്ഞ തഫ്രീഹി മക്കാമാത്ത്, വിനോദസഞ്ചാര കേന്ദ്രം. ഓക്കെ, തഫ്രീഹി മക്കാമാത്ത് എന്നാൽ എന്താ? വിനോദസഞ്ചാര കേന്ദ്രം. അവർ താരിഹി ഇമാരത്ത്, ചരിത്ര സ്മാരകങ്ങൾ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കുറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും താരിഹി ഇമാരത്ത്, ചരിത്ര സ്മാരകങ്ങളുടെയും പേരുകൾ നൽകിയിട്ടുണ്ട്. ഉൻകെ അലഗ് അലഗ് ഖാനോമേ ലിഖിയേ, വേറെ വേറെ കോളത്തിലോട്ടാക്കി എഴുതാൻ. ഏതൊക്കെ തന്നിരിക്കുന്ന സ്ഥലം? ഊട്ടി, താജ്മഹൽ, മൂന്നാർ, ലാൽ കില. ഓക്കെ, ദേഖിയേ ബച്ചോ, താജ്മഹൽ और ലാൽ കില എന്താണ്? താരീഹി ഇമാരത്താണ്, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള എന്താണ്? ചരിത്ര നിർമ്മിതിയാണ് എന്ത്? താജ്മഹലും और ലാൽ കിലയും. വേറെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഏതാണ്? കുത്തുബ് മിനാർ. ഓക്കെ, പിന്നെയും ഒരുപാടുണ്ട് അല്ലേ? ചാർമിനാർ. ഇതെല്ലാം ചരിത്ര സ്മാരകങ്ങളാണ്, താരീഹി ഇമാരത്തുകളാണ്. ഇതേപോലെ തഫ്രീഹി മക്കാം. തഫ്രീഹി മക്കാം എന്താണ്? ഊട്ടി, മൂന്നാർ. അതേപോലെ വേറെയും സ്ഥലങ്ങളുണ്ടല്ലോ, മൈസൂർ. ഇനിയും സ്ഥലങ്ങളുണ്ട് അല്ലേ? വയനാട്. ഇതെല്ലാം എന്താണ്? തഫ്രീഹി മക്കാമാത്താണ്. ബച്ചോ और एक भी सवाल है, आप एक तारीखी इमारत के बारे में ചന്ദ് ജുംല ലിഖിയേ. ഏതെങ്കിലും ഒരു ചരിത്ര സ്മാരകത്തെ കുറിച്ച് കുറഞ്ഞ സെന്റൻസുകൾ തയ്യാറാക്കാമോ എന്നുള്ള ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കും. നോക്കാം നമുക്ക്. താജ്മഹൽ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. താജ്മഹൽ, താജ്മഹലിലേക്ക് മഷ്ഹൂർ താരീഖി ഇമാരത്ത് ഹേ. എന്താണ് മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം നമുക്കറിയാം. എന്താണ്? പ്രസിദ്ധമായത്, പ്രശസ്തമായത്. പ്രശസ്തമായിട്ടുള്ള താരീഖി ഇമാരത്ത് ഹേ എന്താകുന്നു? ഒരു സ്മാരകമാകുന്നു. താരീഖി ഇമാരത്ത് ഹേ, ചരിത്ര സ്മാരകമാകുന്നു. താജ്മഹൽ ഭാരത് കെ, നമ്മുടെ രാജ്യത്തിന്റെ ഭാരത് കെ ഷഹർ ആഗ്ര, ഇന്ത്യയുടെ ആഗ്ര എന്ന എന്താണ്? ആഗ്രേമേ വാക്യ ഹേ, ആഗ്രയിൽ ഇരിക്കുന്ന ഒരു സംഭവമാകുന്നു. ആഗ്രേമേ ഹേ. താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിന്ദുസ്ഥാൻ കി ആഗ്രേമേ ഹേ. और താജ്മഹൽ മുഹബത്ത് കി, സ്നേഹത്തിന്റെ അലാമത്ത് ഹേ, അടയാളമാകുന്നു. താജ്മഹൽ മുഹബത്ത് കി അലാമത്ത് ഹേ, സ്നേഹത്തിന്റെ അടയാളമാകുന്നു. താജ്മഹൽ മുഗൾ ബാദുഷാ, മുഗൾ ഭരണകൂടത്തിലെ ബാദുഷാ ഷാജഹാനെ ബനായ. ആരാണ് നിർമ്മിച്ചത്? മുഗൾ ഭരണകൂടത്തിലെ ഷാജഹാനെ ബനായ. ആര്? മുഗൾ ഭരണകൂടത്തിലെ ഷാജഹാൻ ചക്രവർത്തിയാണ് നിർമ്മിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാലേ. ഉറുദുവിൽ അതെങ്ങനെ എഴുതാന്ന് നോക്കാം. താജ്മഹൽ മുഗൾ ബാദുഷാ ഷാജഹാനെ ബനായ തയാ. നോക്കൂ അടുത്ത സെന്റൻസ്. ഷാജഹാൻ അപ്പിനി ബീവി, തൻ്റെ ബീവിയായിട്ടുള്ള മുംതാസ് കി യാദ് മേ, മുംതാസിന്റെ യാദ് മേ, ഓർമ്മയിൽ, യാദ് മേ തഅമീർ കിറായ ധിയ. എന്താണ്? അദ്ദേഹം ആ മുംതാസ് കി അപ്പിനി ബീവി, മുംതാസ് കി യാദ് മേ തഅമീർ കിയാ ഹേ, എന്താണ്? നിർമ്മിച്ചതാകുന്നു. തഅമീർ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. താജ്മഹൽ കി തഅമീർ, താജ്മഹലിന്റെ നിർമ്മാണം. സഫേദ് മാർബിൾ, എന്താണ്? വെള്ള നിറത്തിലുള്ള മാർബിൾ കൊണ്ടാണ് എന്തേത്? ഇസ്തിമാൽ കിയാം, ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് സഫേദ് രംഗ് കി മാർബിൾ ഹേ, സഫേദ് നിറത്തിലുള്ള മാർബിൾ ആണ് അതിന് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണ്? ഏതെങ്കിലും കിസി ഏക്ക് തഫ്രീഹി മക്കാമാത്ത് കെ ബാരെ മേ പഠേ, എന്താണ്? ഏതെങ്കിലും ഒരു എന്താണ് വിനോദസഞ്ചാര കേന്ദ്രത്തെ കുറിച്ചും കൂടി ചോദ്യം വരാം. ഇതൊന്നും കൂടി ഒന്ന് നോക്കൂ മക്കളെ. താജ്മഹൽ, താജ്മഹലിലേക്ക് മഷഹൂർ താരീഖി ഇമാരത്ത് ഹേ എന്നാണ്, പ്രശസ്തമായിട്ടുള്ള ഒരു കെട്ടിടമാകുന്നു. ഇത് ചരിത്ര കെട്ടിടമാകുന്നു, ചരിത്ര സ്മാരകമാകുന്നു. താജ്മഹൽ ഭാരത് കെ ഷഹർ, ഇന്ത്യയിലുള്ള ഒരു പട്ടണം ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹൽ മുഹബത്ത് കി അലാമത്ത് ഹേ, താജ്മഹൽ എന്താണ്? സ്നേഹത്തിന്റെ അടയാളമാകുന്നു. അതേപോലെ താജ്മഹൽ മുഗൾ ബാദുഷാ ഷാജഹാനെ ബനായ തിയ,
മുഗൾ ഭരണകൂടത്തിലെ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാനാണത് അതെന്ന് നിർമ്മിച്ചത്. ഷാജഹാൻ അപ്പിനി ബീവി തൻ്റെ ബീവിയായിട്ടുള്ള മുംതാസ് കി യാദ് മേ തമീർ കിറായാ ഹെ എന്നാണ്, തൻ്റെ ബീവിയായിട്ടുള്ള മുംതാസിൻ്റെ ഓർമ്മയിലാണ്, ഓർമ്മയിലാണ് അത് നിർമ്മിച്ചത്. താജ്മഹൽ കി തമീർ മേ താജ്മഹലിൻ്റെ നിർമ്മാണത്തിൽ സഫേദ് മാർബിൾ ഇസ്തിമാൽ കിയാ ഗയേ വെള്ള നിറത്തിലുള്ള മാർബിളാണ് അത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ദേഖിയെ ബച്ചോ, ഇതിന്റെ കൂടെ തന്നെ അടുത്ത ചോദ്യം എന്താണ്? ബച്ചോ ദോ തഫ്രീഹി മക്കാമാത്ത് കെ നാം ലിഖിയേ. നമ്മൾ നേരത്തെ ഇതിലെ അതിന്റെ കൂടെ ഇതും കൂടി പഠിക്കൂ. കോവളം ഔർ മൈസൂർ. പസന്ദീദ തഫ്രീഹി മക്കാമാത്ത് കെ ബാരമേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പസന്ദീദ എന്നുള്ള വേർഡ് എല്ലാ മക്കളും പഠിച്ചിരിക്കുക. പസന്ദീദ തഫ്രീഹി മക്കാമാത്ത് കെ ബാരമേ നോട്ട് ലിഖിയേ. ഒരു നോട്ട് തയ്യാറാക്കാൻ, ഒന്നെങ്കിൽ നിങ്ങളുടെ എക്സാമിന് താരീഖ് ഇമാറത്തിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറയും, അല്ലെങ്കിൽ തഫ്രീഹി മക്കാമാത്തിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാൻ പറയും. ഇതിലെന്തായാലും നിങ്ങൾക്ക് ചോദ്യം വരാം. ഈ 4 മാർക്ക് എന്തായാലും മക്കൾ കളയരുത്. ദേഖിയേ, മൈസൂർ മേരാ പസന്ദീദ തഫ്രീഹി മക്കാം ഹേ. മൈസൂർ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തഫ്രീഹി മക്കാമാത്ത് വിനോദസഞ്ചാര കേന്ദ്രമാകുന്നു. മൈസൂർ കർണാടക ഏക് ഖൂബ്സൂരത്ത് ജഗാ ഹേ. കർണാടക ജില്ല എവിടെ? മൈസൂർ ഒരു കർണാടക സ്റ്റേറ്റിലെ ഒരു ഖൂബ്സൂരത്ത് ജഗാ ഹേ. മൈസൂർ കർണാടക കി ഏക് ഖൂബ്സൂരത്ത് ജഗാ ഹേ റിയാസത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടക സ്റ്റേറ്റിലെ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാകുന്നു. മൈസൂർ കി ഫസ, അവിടുത്തെ അന്തരീക്ഷം ബഹുത് ഖുഷ്ഗവാർ ഹേ, വളരെ മനോഹരമാകുന്നു. അല്ലെങ്കിൽ ഹൂബ്സൂരത്ത് ഹേ എന്നാൽ എഴുതിയാലും മതി. വഹാം മൈസൂർ പാലസ്, അവിടെ മൈസൂർ പാലസ്. അതേപോലെ ടിപ്പു സുൽത്താൻ കി കില, വഹാം അവിടെ മൈസൂർ പാലസ്. ടിപ്പു സുൽത്താൻ കി കില എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട. അവർ ചിടിയാഗർ എന്ന് പറഞ്ഞാൽ സൂ. और वो ऐरा बहुत मशहूर है തുടങ്ങിയ വളരെ പ്രശസ്തമായതാണ്. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? മൈസൂരിനെ കുറിച്ച് അല്ലെങ്കിൽ ഊട്ടിയെ കുറിച്ചൊക്കെ എന്തെങ്കിലും ചന്ദ് ജുംല ലിഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മക്കൾക്കും എഴുതാൻ കിട്ടണം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ?